അപ്പം നമുക്ക് ഇതേപോലുള്ള പഫായിട്ടുള്ള ഈസി ആയിട്ടുള്ള കപ്പ് കേക്ക് എങ്ങനെയാണ് ചെയ്യൽ നോക്കിയാലോ. അപ്പം വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾ ഐറ്റംസാണിത്. ഞാനിപ്പം 3 കളേഴ്സ് എടുത്തിട്ടുണ്ട് യാൺസ്. ഒന്ന് പേസ്റ്റൽ ഗ്രീന്, വൈറ്റ്, റെഡ്. പിന്നെ വേണ്ടത് ഫൈബർ ഫില്ലിംഗ് ആണ്. പിന്നെ ഞാൻ 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ് എടുക്കുന്നത്. ഇതാ 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ്. പിന്നെ വേണ്ടത് ഇതാ ടബസ്ട്രി നീഡിലാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് സിസറാണ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേസ്റ്റൽ ഗ്രീനാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മാജിക് റിങ് ചെയ്യുക. മാജിക് റിങ് ഇട്ട് കൊടുക്കുക. മാജിക് റിങ് ഞാൻ പറഞ്ഞു 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത്. മാജിക് റിങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെയിൻ 1 ഇട്ട് കൊടുത്തു. ഓക്കെ, ചെയിൻ 1. പിന്നെ പറഞ്ഞിട്ടുള്ളത് 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 8 സിംഗിൾ ക്രോഷ്യ. 1, next 2, next 3, 4, 5, 6, 7 and 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ടൈറ്റാക്കി വലിക്കുക. ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. കണ്ടോ, നല്ലോണം അടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഹാഫ് മൂൺ പോലെ വന്നില്ലേ. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെ ചെയിൻ ഉണ്ട് ഇവിടെ, അവിടെ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ചെയിൻ്റെ സിംഗിൾ ക്രോഷ്യയിൽ പോയി എന്താ സ്ലിപ്പ് സ്റ്റിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്യുക. ചെയിൻ 1 സ്പേസിൽ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ ചെയിൻ 1. ഇനി നമ്മൾ ഈച്ച് ചെയിന് ഇൻക്രീസിങ് ചെയ്യാണ്. അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിന് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. 1 and 2. ഇങ്ങനെ നമ്മൾ എത്ര 8 ചെയിനല്ലേ ചെയ്തിട്ടുള്ളത്. 8 ചെയിനിലും 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 ടൈം ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് ടൈം, നെക്സ്റ്റ് തേർഡ്. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തായി പോകും. ഓക്കെ, കണ്ട 8 ടൈം സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതാ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്പേസ് ഇതാ ഇവിടെ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പം നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 16 ചെയിൻ ആയിരിക്കും, നമ്മളെ സ്റ്റിച്ച് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, ഡൗട്ടുള്ളവർ കൗണ്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് തേർഡ് റോയിൽ ചെയ്യേണ്ടത് നമ്മൾ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ആ ഫസ്റ്റ് ചെയിനിൽ തന്നെ, അതായത് സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ. ആൻഡ് നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ്, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. 1 and 2. നെക്സ്റ്റ് അതേപോലെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ്, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരിക. നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2, 1 2 1 2 പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഇൻക്രീസിങ് ആയിരിക്കും ഉണ്ടാവില്ല, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. കണ്ട, ഞാൻ തേർഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ലാസ്റ്റ് നമുക്ക് ഇൻക്രീസിങ് ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ്
ഫസ്റ്റ് ചെയിൻ മീൻസ് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യൻ്റെ മേലെയുള്ള ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഞാൻ പറഞ്ഞു ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക, സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഫോർത്ത് റോയിലും നമ്മൾ ഇപ്പം ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. ഈ റോയിൽ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. ഇനി ഫോർത്ത് റോയിലും നമ്മളിപ്പം ചെയ്ത സെയിം പാറ്റേൺ, ചെയിൻ 1, സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ്, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2. ഈ പാറ്റേൺ ആദ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫോർത്ത് റോ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയിനിൽ, അതായത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെ ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമ്മൾ 5th റോയാണ് ചെയ്യുന്നത്. 5th റോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിന് നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയി? നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഈ 2 ചെയിനിൻ്റെ ഉള്ളിൽ, അതായത് 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടിയല്ല, നമ്മൾ ബാക്ക് ലൂപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്സ് മീൻസ് ഇതാ നോക്കിക്കോ, ചെയിൻ 1 ഇട്ട് കൊടുക്കുക, ബാക്ക് ലൂപ്സ്. നമ്മളിത് ഫ്രണ്ട് ലൂപ്പ്, ഈ ബാക്ക് സൈഡ് കാണുന്നതാണ് ബാക്ക് ലൂപ്പ്. അപ്പം അതിലേക്കൂടി മാത്രം സ്റ്റിച്ച് ചെയ്യുക. കണ്ട, ബാക്ക് ലൂപ്സ് മാത്രം എടുക്കുക. 1, 2, 3, 4, 5, 6, 7. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. നമുക്ക് ബാക്ക് ലൂപ്സ് മാത്രം ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഒരു സ്റ്റിച്ചായിട്ട് കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ 2 റോ, അതായത് 6ഉം 7ഉം ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. അതായത് ബാക്ക് ലൂപ്സ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. 2 റോ ആണ് ചെയ്യേണ്ടത്. 7 റോ വരെ നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 7 റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇനി 8th റോയിലും സെയിം പാറ്റേൺ ആണ്. ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ ബാക്ക് ലൂപ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഈച്ച് ചെയിന് നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ തന്നെയാണ്, പക്ഷേ ബാക്ക് ലൂപ്സിലൂടെയാണ് ചെയ്യുന്നത്. 1, 2, ഈച്ച് ചെയിന് ബാക്ക് ലൂപ്സിലൂടെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഞാൻ 8th റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി 9th റോ ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് ലൂപ്പിലേക്ക് കൂടിയാണ്. നമ്മൾ ഇത്രയും നേരം ബാക്ക് ലൂപ്സ് ആണ് യൂസ് ചെയ്തത്. ഇനി ഫ്രണ്ട് ലൂപ്പിലേക്ക് കൂടി ചെയിൻ 1 ഇതാ, ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ്, നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഇൻക്രീസിങ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് എടുക്കാൻ മറക്കരുത്, ഫ്രണ്ട് ലൂപ്പിലൂടെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് 1, നെക്സ്റ്റ് ഇൻക്രീസിങ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 9th റോ കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇതേപോലെ ഒരു പാറ്റേൺ ആണ് കിട്ടൽ. കണ്ടോ, 9th റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 10th റോയിൽ നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അതായത് ചെയിൻ 1 ഇട്ട് കൊടുക്കുക, ഒരു ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഇതും നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്തു, 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്യുക. എന്താ, ഡിക്രീസിങ്. നെക്സ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസിങ്.
നെക്സ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിക്രീസിങ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇതാ 10th റോ കംപ്ലീറ്റ് ആയി. ഇനി 11th റോയിൽ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ചെയിൻ 1 ഇട്ട് കൊടുക്കുക, 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്യുക. ആദ്യം 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്യുക. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരിക. നമ്മൾ 11th റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് പാറ്റേൺ കിട്ടൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ് ആഡ് ചെയ്യാം. നല്ല വൃത്തിക്ക് തന്നെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. സ്റ്റഫിങ് ആഡ് ചെയ്തിട്ട് കാണാം. ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, കുറച്ച് വലിയാണ് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഇവിടുന്ന് ആക്കാം. നമുക്ക് നീഡിലെടുക്കാം. എന്താ, നീഡിലെടുത്തിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എല്ലാ ചെയിനിൻ്റെ ഉള്ളിലേക്കൂടി നമ്മൾ ഈ നീഡിൽ കടത്തിവിടുക. എല്ലാ ചെയിനിലും ഈച്ച് ചെയിനിലേക്കൂടി കൊടുക്കുക. 1 2 3 4 5 കംപ്ലീറ്റ്. നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ടൈറ്റൻ ചെയ്യുമ്പം അതങ്ങ് വലിഞ്ഞ് വരുന്നത് കണ്ടോ. എത്രത്തോളം ടൈറ്റ് ചെയ്യുന്നോ അത്രത്തോളം ഒന്നും കൂടി ആക്കിയിട്ട് വലിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോയും കൂടി ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട്. അതിന് ശേഷം കംപ്ലീറ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തിട്ട് വലിക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ വലിക്കുക. ഇനി കുറച്ചും കൂടി സ്റ്റഫിങ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. കപ്പ് കേക്ക് കുറച്ചും കൂടി പൊന്തിയിട്ടല്ലേ ഉണ്ടാവില്ലേ, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി സ്റ്റഫിങ് ഇതിൽ കൊടുക്കാം. ഞാനപ്പം നല്ല ഭംഗിയിൽ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്രീം ഉണ്ടാക്കാൻ ഞാൻ വൈറ്റ് യാണ് എടുത്തിട്ടുണ്ട്. മാജിക് റിങ് ഇട്ട് കൊടുക്കാം. ആദ്യം മാജിക് റിങ്, ചെയിൻ 1 4 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 and 4 ടൈംസ് ഇട്ടു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ടൈറ്റൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലായിലും ഈ ടിപ്പ് എടുക്കാൻ പാടില്ല. ഇതേപോലെ ഈ ആണിനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് വലിക്കാൻ പറ്റും.
തീരെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക കേട്ടോ. എപ്പോഴും യൂസ് ചെയ്താൽ നമ്മൾ പാറ്റേൺ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോയിൽ ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ചെയിനിൽ 3 ടൈംസ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 ടൈംസ് ആണ്. 1 2 and 3 ടൈംസ് ചെയ്തു. ഇനി എന്താ, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, നെക്സ്റ്റ് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. ചെയിൻ 2 നെക്സ്റ്റ് ചെയിനിൽ 4 ടൈംസ് 3 ടൈംസ് ഹാഫ് ഡബിൾ. 1 2 and 3. Chain 2 slip stitch. Clear illa? Next chain 2 3 times half double. 1 2 and 3. Chain 2 same space slip stitch. Next chain 2 last and final chain le 3 times half double. 1 2 and 3. Chain 2 slip stitch. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചെയിൻ 2 ഉണ്ട്, അവിടെ പോവുക. 1 2. സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച്. കാണുന്നുണ്ടോ? ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ യാണിന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതാ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സോ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. നീഡിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് യാണിനെ കൊണ്ടുപോവുക. ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഒരു ഫ്ലവർ ടൈപ്പായിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഫ് സ്റ്റിച്ച് ആഡ് ചെയ്യുക. പഫ് സ്റ്റിച്ച് എല്ലാവർക്കും ആവില്ല എന്ന് നോക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ഈസി ആയിട്ടുള്ളത് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതന്നെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 5 പെറ്റൽസ് ആക്കുക. ഞാനിപ്പോൾ 4 കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ചെറി ടൈപ്പ് എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. ഇതാദ്യം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു കപ്പ് മോഡലായിട്ടും മേലെ വേറൊരു ഡിസൈൻ ആയിട്ടുള്ള യാണും യൂസ് ചെയ്യാം. ഞാനിപ്പം 3 കളേഴ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറി എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം.
ഞാനിതാ റെഡ് കളർ യാൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടുന്ന് വേണ്ടോ, ഇവിടുന്ന് നമ്മൾ യാൺ ഇതേപോലെ ഉള്ളിലേക്ക് കൂടി കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോട്ട് ഇട്ട് കൊടുക്കാം. ചെയിൻ 1 2. ഇനി എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ 5 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 and 5 ടൈംസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് പോപ്കോൺ സ്റ്റിച്ചാണിത്. ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മൾ പോപ്കോൺ സ്റ്റിച്ചാണ്. അപ്പോൾ പോപ്കോൺ സ്റ്റിച്ച് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഈ സ്റ്റിച്ചും ചെയ്യുക, പഫ് സ്റ്റിച്ച് മോഡൽ. ഇനി എന്ത് ചെയ്യുക, ഇതാ ഈ ഫസ്റ്റ് ചെയിനിൽ പോവുക നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആണിന ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിക്കുക. കണ്ട? ഓക്കെ. വലിച്ചതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് വരിക. കണ്ട? ഓപ്പോസിറ്റ് വരിക. അതായത് ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത്, അപ്പോൾ നേരെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കറക്റ്റ് പിടിക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതാണ് നമ്മളെ ചെറി. നമുക്ക് കറക്റ്റ് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഇത് വെച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യുക. ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വലിക്കുക. നമ്മൾ അതിനൊന്ന് സെക്യൂർഡ് ആക്കണ്ടേ ആദ്യം. ഇതാ ഇതിനെ ഇങ്ങോട്ടേക്ക് വലിച്ച് ആദ്യം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കൊടുത്താൽ മതി. ഞാൻ ഇതിനെ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. കണ്ടോ? അത് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഓക്കെ. ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മിനി കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതിനെ നല്ല വൃത്തിക്കൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പഫ് സ്റ്റിച്ച് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ പോപ്കോണും പഫ് സ്റ്റിച്ചും ഒരേപോലെ തന്നെയാണ്, പക്ഷെ ജസ്റ്റ് സ്റ്റിച്ചിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ഇതേപോലെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ക്യൂട്ടായിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാറ്റേൺസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും നല്ല ഈസി വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.